ദേശീയ അവാർഡിൽ മികച്ച മലയാള സിനിമയെ തെരഞ്ഞെടുത്ത സൗദി വെള്ളക്കയുടെ സംവിധായകൻ തരുൺ മൂർത്തിയാണ് നമുക്കൊപ്പം മോർണിംഗ് വൈബ്സിൽ ഇനി അതിഥിയായി ചേരുന്നത്. സ്വാഗതം തരുൺ മൂർത്തി. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് എ ലോട്ട്. ദേശീയ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഇപ്പൊ നമ്മൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അത് എഴുതിയ സമയത്തൊക്കെ നമ്മുടെ കൂടെ നിന്ന ടെക്നീഷ്യൻസ് ഒക്കെ പറയുമായിരുന്നു ഈ സിനിമ ഒരുപാട് രാജ്യങ്ങൾ കാണും, ഒരുപാട് ബഹുമതികൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നൊരു ഹോപ്പ് എപ്പോഴും തന്നിരുന്നു. അപ്പം ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പനോരമയിലേക്കാണ്. അപ്പൊ ഇന്ത്യൻ പനോരമയിൽ ചെന്നപ്പോ അവിടെയുള്ള ആളുകൾ നമ്മളോട് കാണിച്ച സ്നേഹവും ആ സിനിമയോട് അവർ കാണിക്കുന്ന എക്സൈറ്റ്മെന്റും ഒക്കെ കണ്ടപ്പം ഇത് ചിലപ്പം ഒരു നാഷണൽ അവാർഡിലേക്കോ സ്റ്റേറ്റ് അവാർഡിലേക്കോ ഒക്കെ എത്തിയേക്കും എന്നുള്ള പ്രതീക്ഷ ആദ്യം തോന്നിയത് അവിടെ വെച്ചിട്ടാണ്. അപ്പോ പ്രതീക്ഷയല്ല, അതിങ്ങനെ ഇപ്പൊ മൂവ്മെന്റിലും നമുക്കിങ്ങനെ ഓരോരോ ഹോപ്പുകൾ തന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ അതിന്റെ ഒരു പരിപൂർണതയിൽ വന്ന് നിൽക്കുന്നു. എനിക്ക് പേഴ്സണലി ഉണ്ടല്ലോ തരുൺ മൂർത്തിയുടെ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. കാരണം എനിക്കിതൊരു ഫാൻ ഗേൾ മൊമെന്റ് കൂടിയാണ്. കാരണം ഓപ്പറേഷൻ ജാവ മുതൽ ഞാൻ തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകന് വലിയൊരു ഫാനാണ്. സൗദി വെള്ളക്കെ കണ്ട് മനസ്സിൽ 2 ദിവസം ഒരു വിങ്ങലായിരുന്നു. എങ്ങനെയാണ് ഇത്രയും ഇമോഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത്? സ്റ്റൈലിൽ നിന്ന് വ്യത്യാസമുള്ളൊരു തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ? ഞാൻ ഓപ്പറേഷൻ ജാവ തിയേറ്റർ റിലീസ് ആകുന്നതിന് കുറച്ചു മുമ്പായിട്ട് തന്നെയാണ് സൗദി വെള്ളയ്ക്ക പ്രോജക്ട് കമ്മിറ്റ് ആവുന്നത്. അപ്പം ജാവ പൊതുവെ നല്ല അഭിപ്രായങ്ങൾ റിലീസിന് മുന്നേ തന്നെ ഇൻഡസ്ട്രി അകത്ത് സംസാരം വന്നപ്പോൾ എന്നെ ഉർവശി തിയേറ്റേഴ്സിന് സന്ദീപ് സേനൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് സന്ദീപേട്ട, അത് കൊമേഴ്ഷ്യലി എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്റെ കരിയറിൽ അല്ല എന്റെ ഫിലിമോഗ്രഫിയിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ജാവ ഇനി വർക്കൗട്ട് ആകുമോ, തിയേറ്റർ ഇറങ്ങി ഓടുമോ എന്നൊന്നും അറിയില്ല. അപ്പം സന്ധ്യയോടെ പറഞ്ഞു ജാവ ഓടിയാലും ഓടിയില്ലെങ്കിലും നമ്മൾ ഈ സിനിമ ചെയ്യും, ഇന്ത്യയും ഫിലിമോഗ്രഫിയിൽ ഇങ്ങനെ ഒരു സിനിമ വേണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തുടങ്ങിയൊരു യാത്രയാണ്. ജാവ റിലീസായ ഒരു ഫെബ്രുവരി 12 തീയതി 2021 മാർച്ചിൽ ഞങ്ങൾ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്യാൻ വന്ന്, അല്ലെങ്കിൽ സൗദി ഗ്രേസി എന്ന് പറയുന്ന ഒരു നാടക നടീനെ കണ്ടെത്തി. ആ നാടക നടി നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ കോവിഡ് വന്ന് മരണപ്പെട്ടു പോയി. പിന്നീട് ദേവി വർമ്മ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തുന്നു. അപ്പം ഇതൊരു കംപ്ലീറ്റ്ലി ഒരു മിറാക്കിൾ ആണ് ഈ സിനിമ. ഇത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും IT ജോസഫ് എന്ന് പറയുന്ന ഒരു നാടകകലാകാരൻ, സജീദ് പട്ടാളം എന്ന് പറഞ്ഞ നാടകകലാകാരൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇടക്ക് വെച്ച് നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഒരു സംവിധായകൻ ചോദിച്ചോട്ടെ, സന്തോഷമാണ് ഈ സിനിമ. ഒരു സംവിധായകൻ എന്ന നിലയിൽ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യാനാണെന്ന് തോന്നുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടതെന്ന് തോന്നുന്നു. അതെ അതെ അതെ. തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ഒരു താരം കൂടിയാണ്. ഈ മാർക്കറ്റ് വാല്യൂ, ഈ ബിഗ് ബജറ്റ് മൂവി താരമൂല്യം എന്നതിനൊക്കെ അപ്പുറം ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രോസസ് കൂടിയാണ്. ഇത് തരുൺമൂർത്തി സ്വയം ചെയ്യുന്നതാണോ? സ്റ്റൈലിൽ നിന്ന് ഒരുപാട് മാറി ചിന്തിച്ച ഒരു സംവിധായകൻ കൂടിയാണ് തരുൺമൂർത്തി. അപ്പം ആക്ച്വലി അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സിനിമയ്ക്ക് അതുപോലത്തെ ഒരു ഫ്രഷ് ഫേസ് വന്നാൽ മാത്രമേ ആ സിനിമ ഉടനീളം നിൽക്കുള്ളൂ. ഇപ്പം ദേവി വർമ്മ എന്ന് പറയുന്ന ആ ഉമ്മയുടെ ഐഷ റാവുത്തറിന്റെ ക്യാരക്ടർ ചെയ്യാനൊരു അതേപോലത്തെ ഒരു ഫേസും നമുക്ക് ഒരു പിടിയും കിട്ടാത്ത ഒരാൾ വന്നാൽ മാത്രമേ ആ സിനിമയ്ക്ക് അവസാനം വരെയും ലെങ്ത് ഉണ്ടാവുള്ളൂ എന്നൊരു കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കളൊക്കെ ഒരു സപ്പോർട്ട് വരുമ്പോഴാണ്. ഇപ്പം ഇന്നത്തെ ഒരു ഫിലിം സിനാരിയോയിൽ ഒരിക്കലും ഒരു ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്യുന്ന സിനിമകൾക്കൊന്നും അങ്ങനെ വലിയ വാല്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ ടീം ഉണ്ടാവണം, നല്ല തിയേറ്ററുകൾ കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാവണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് എഫേർട്ടിൽ സംഭവിക്കുന്നതാണ് ഇങ്ങനത്തെ കാസ്റ്റിംഗ് ഒക്കെ. പിന്നെ എപ്പോഴും നമ്മളും ഒക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടന്നിട്ടുള്ള ആളുകളാണ്. അപ്പം നമുക്ക് എപ്പോഴും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ ലൈഫിലെ എന്തോ ഫില്ലാവുന്ന മൂവ്മെന്റ് ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട്.
ഇപ്പൊ ഈ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ, അതായത് ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള നിലയിൽ അനുഭവിക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ കോവിഡ് മഹാമാരിയൊക്കെ കഴിഞ്ഞ് തിയേറ്ററൊക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇറക്കുന്ന ഒരു സിനിമയാണ്. വലിയ ടെൻഷൻ ആയിരുന്നില്ലേ? പക്ഷെ അത് വളരെ നല്ല റിസൾട്ട് തിയേറ്ററുകളിൽ ഉണ്ടാക്കുകയും ചെയ്തു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതെ, ഓപ്പറേഷൻ ജാവ കോവിഡിന് ശേഷം തിയേറ്റർ തുറന്നപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ്. അത് 80 ദിവസമാണ് ആ സിനിമ തിയേറ്ററിൽ ഓടിയത്. പിന്നീട് OTT-യിലൊക്കെ വന്നപ്പോൾ അതിനേക്കാൾ വലിയ സ്വീകാര്യത കിട്ടിയതാണ്. അപ്പം നാഷണൽ ലെവലിലും ഒക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ആളുകൾ സംസാരിച്ചതാണ്. അപ്പം ഞാൻ എപ്പോഴും എന്റെ ടീമിനോടൊക്കെ പറയും, നമുക്ക് എപ്പോഴും റിലീസ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇതുപോലത്തെ പ്രതിസന്ധിയുള്ള സമയങ്ങളാണ്. കാരണം ഓപ്പറേഷൻ ജാവ റിലീസ് ചെയ്തത് ഇതുപോലെ ഒരു കോവിഡ് സമയത്ത്, സൗദി വെള്ളമൊക്കെ റിലീസ് ചെയ്തത് കേരളം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം ഫുട്ബോളുമായിട്ട് ആഘോഷിക്കുന്ന സമയത്ത്. അപ്പം പ്രതിസന്ധികൾ റിലീസ് ചെയ്യുന്നത് ഒരു ഹരമാണിപ്പോ. അതെ, ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയി. അതായത് ഇത്രത്തോളം ഇമോഷൻസ് ഒരു തിരക്കഥയിൽ കൊണ്ടുവരിക, അത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അത് സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിലുള്ള മേക്കിങ്ങിൽ എങ്ങനെയാണ് അത്രത്തോളം കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്? ഈ ജീവിതഗന്ധിയായ സിനിമ എന്ന് നമ്മൾ പറയുമ്പോഴും അത് കാണുന്ന ഓരോ ആൾക്കാർക്കും ഉണ്ടാക്കുന്ന ഒരു വിങ്ങലുണ്ടല്ലോ, ആ വിങ്ങൽ പ്രേക്ഷകർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ആര്യയുടെ എക്സ്പ്രഷൻ, ആര്യയുടെ ആ ഒരു ഫീലും തന്നെ മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നത് സൗദി വെള്ളക്കയുടെ ആ കഥ ഡിമാൻഡ് ചെയ്യുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പോലത്തെ ഒരു കഥ, അല്ലെങ്കിൽ അതുപോലത്തെ ഇമോഷൻസ് ഒക്കെയാണ് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ തന്നെയാണ് എന്റെ 2 സിനിമകളും എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ എഴുത്തിൽ തന്നെയാണ് എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. നമ്മള് എന്താണ് ഇമോഷണലി അവിടെ പറയേണ്ടത്, എന്ത് പറയരുത്. ഇപ്പൊ ആ സിനിമയില് എന്റെ സത്താർ എവിടെ പോയി എന്ന് ബിനുപ്പപ്പ് ചോദിക്കുമ്പോ അവൻ പോയ ഇടം അത്രയും മനോഹരമാണ് എന്ന് പറയാൻ തോന്നിച്ചൊരു മൂമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാൻ തോന്നിച്ചൊരു നിമിഷമുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയായിട്ട് ഒരുപാട് ആളുകൾ ഇമോഷണലി കണക്റ്റഡ് ആണ്. ഒരുപാട് മരണങ്ങൾ ഞാൻ ഈ സിനിമയുടെ എഴുത്തിന്റെ സമയത്തും ഇതിന്റെ മേക്കിങ്ങിന്റെ സമയത്തും അല്ലെങ്കിൽ ഇതിന്റെ റിലീസിന്റെ സമയത്തും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആ സിനിമയുമായിട്ട് അടുത്ത് നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നതൊക്കെ ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ചുറ്റിനും അത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾ ചുറ്റിപ്പറ്റി കിടക്കണ കൊണ്ടായിരിക്കാം ചിലപ്പോ ആ സിനിമ എഴുതിയപ്പോ അത്രയും ഇമോഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ചില സിനിമയുടെ ജാതകമാണ് അങ്ങനെ. ഈ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസും ഈ അവാർഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ പേഴ്സണലി തോന്നുന്നുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എപ്പോഴും നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ എഴുതുന്ന ഒരു ആർട്ട് അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടുക എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം എനിക്ക് ഇപ്പം സൗദി വെള്ളയ്ക്കാന്ന് പറഞ്ഞ സിനിമ 50 ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ലോക ഫുട്ബോൾ നടക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തത്. പക്ഷെ എന്നാലും ഫസ്റ്റ് ദിവസം മുതൽ നമുക്ക് കിട്ടുന്ന കോളുകൾ, എനിക്ക് വീട്ടിലേക്ക് വരുന്ന കത്തുകൾ, അല്ലെങ്കിൽ എന്നെയും എന്റെ ടീമിനെയൊക്കെ അന്വേഷിച്ച് എന്റെ വീടും അഡ്രസ്സും തപ്പി കണ്ടുപിടിച്ച് ബൊക്ക കൊണ്ടുവന്ന് പൂ തന്നിട്ട് പോകുന്ന ആളുകൾ, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി വെള്ളയ്ക്കാണ് ഉണ്ടായത്. അപ്പം അന്ന് കണ്ടപ്പോഴും എനിക്ക് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരു തിയേറ്ററിൽ നിന്ന് ഒരാൾ എന്നെ പെട്ടെന്ന് വിളിക്കുന്നു, എവിടെയുണ്ട് നിങ്ങളെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത്, എനിക്ക് ആ ലൊക്കേഷൻ ഇട്ടതാ എന്ന് പറയുന്നു പുള്ളി. അപ്പൊ ഞാൻ അവിടെ തൃപ്പൂണിത്തുറ തിയേറ്റർ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി വേറെ ഏതോ കൊച്ചിയിൽ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് തൃപ്പൂണിത്തുറ തിയേറ്ററിൽ വന്ന് എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നുകൊണ്ട് തിരിച്ചുപോയി. അപ്പം അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് എന്റെ ലൈഫിൽ ആദ്യമാണ്. അപ്പം സൗദി വെള്ളയ്ക്ക് കണക്ട് ചെയ്യപ്പെട്ടവർക്ക് അതിമനോഹരമായി കണക്ട് ചെയ്യപ്പെടുകയും കണക്ട് ചെയ്യപ്പെടാതെ പോയവർക്ക് റബ്ബർ ബാൻഡ് ആകുകയും ചെയ്തൊരു സിനിമയാണ്. ഒരുപക്ഷെ അവാർഡിനെക്കാട്ടിലൊക്കെ ഏറെ സന്തോഷം നൽകുന്ന മൊമെന്റ്സ് ആണ് ഇപ്പം തരുൺമൂർത്തി പറഞ്ഞത്. പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ കണ്ട് നമ്മുടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പൊ സുനിമോൾ ആർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക പറയുന്നുണ്ട്, സൗദി വെള്ളയ്ക്ക മൂവി കണ്ടു, നല്ല മൂവി ആയിരുന്നു, അഭിനന്ദനങ്ങൾ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് തരുൺമൂർത്തി. താങ്ക് യു. അപ്പം ഈ സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? തിയേറ്റർ വഴി തന്നെയായിരുന്നോ? സിനിമ ആക്ച്വലി എന്റെ ആഗ്രഹമൊക്കെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കാലഘട്ടം മുതൽ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി അത് എങ്ങും എത്തിപ്പെടാണ്ട് പോയപ്പോ സിനിമയിൽ എത്തിപ്പെടാനുള്ള എന്റെ കുരുട്ടുബുദ്ധിയായിരുന്നു സിനിമ തിരക്കഥാരചന.
അപ്പൊ അങ്ങനെ തിരക്കഥകൾ എഴുതി സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം, വേറെ ഏതെങ്കിലും നല്ല സംവിധായകർ സംവിധാനം ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ കൂടി ഒരു ചെറിയ വേഷം ചെയ്ത് ഇൻഡസ്ട്രിയിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു യാത്രയാണ്. പക്ഷെ നമ്മൾ എഴുതിയ തിരക്കഥകളൊന്നും സംവിധാനം ചെയ്യാൻ നല്ല സംവിധായകരാരും വന്നില്ല. അപ്പം പിന്നെ എന്നാൽ പിന്നെ ഞാൻ തന്നെ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു യാത്രയാണ് ഓപ്പറേഷൻ ജാവ. തരുൺ മൂർത്തി ലൈഫിലെടുത്ത ഏറ്റവും വലിയ ബെസ്റ്റ് ഡിസിഷൻ എന്ന് ഞാനിപ്പോ പറയും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതുപോലൊരു സംവിധായകനെ നമുക്ക് കിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. ഈ അഭിനയ മോഹം അത് എവിടെ വെച്ചാണ് പാളിപ്പോയത്? ഞാനും ചോദിക്കാൻ വന്നത് ഇതേ കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച സ്ഥിതിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ ആയിരുന്നു അല്ലെ? അതെ അതെ. അങ്ങനെ ഒരു നമ്മൾ എല്ലാവരിലും ഒക്കെ അഭിനയിക്കാനുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ട്. അഭിനയം എങ്ങനെയെങ്കിലും എന്തെങ്കിലും സിനിമയിൽ നടനാവണം. അപ്പൊ എന്റെ ഫാമിലി എന്നൊക്കെ പറയുന്നത് അച്ഛനായാലും ഒക്കെ തിയേറ്റർ നാടകങ്ങളൊക്കെ ചെയ്ത് വന്ന ഒരു കുടുംബമാണ്. ഞാൻ ഒരു കഥകളി പെർഫോമറാണ്. ഞാൻ 10-16 വർഷത്തോളം കഥകളി പഠിച്ച് സ്റ്റേറ്റ് ലെവലിലൊക്കെ അവാർഡുകൾ ഉണ്ടായിരുന്ന ഒരു കഥകളി ആർട്ടിസ്റ്റാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെയും പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആകണം, അല്ലെങ്കിൽ ആക്ടർ ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ സ്കൂൾ നാടകങ്ങളിലൊക്കെ എപ്പോഴും നമുക്ക് ബെസ്റ്റ് ആക്ടറെ കിട്ടുമ്പോഴത്തേക്കും ഞാനാണ് ഇനി അടുത്ത ആക്ടർ എന്നൊക്കെ തോന്നുന്നത് എപ്പോഴൊക്കെയോ ചെറുപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. പക്ഷെ ഫിലിം ആക്ടിങ്ങും ഈ പറയുന്ന തിയേറ്റർ കൈൻഡ് ഓഫ് ആക്ടിങ് ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ യാത്രയിൽ മനസ്സിലാക്കി. നമുക്ക് 2011 മുതലൊക്കെ മലയാള സിനിമയിൽ വന്നിട്ടുള്ളൊരു ട്രമൻഡസ് മാറ്റമുണ്ട് അഭിനയത്തിലൊക്കെ, ബിഹേവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോ നമ്മൾ ഈ തിയേറ്ററും കഥകളിയും ഒക്കെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന മണ്ടത്തരമാണ്, അതിനൊക്കെ അപ്പുറത്തേക്കാണ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു ആർട്ട് എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ഉണ്ട്. അവിടെ നിന്നാണ് തിരക്കഥയിലേക്കും സംവിധാനത്തിലേക്ക് സ്വയം തിരിഞ്ഞത്. ഒരു പുതിയ കാലത്തെ സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഒന്ന് പറയാമോ? നമ്മൾ ഒരു പുതിയ ന്യൂ വേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തെ കൂടി വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും 2011 മുതൽ 2021 വരെയും ഒരു വലിയ മാറ്റത്തിലായിരുന്നു. ആ മാറ്റത്തിലെ ഇൻസ്പിറേഷനിലാണ് ഇപ്പൊ നമ്മൾ തിരക്കഥകൾ എഴുതാനും ഈ പറയുന്ന പോലെ സംവിധാനം ഒക്കെ തീരുമാനിച്ചത്. പക്ഷെ 2021 മുതൽ ഇപ്പോ കറന്റ്ലി 2024 വരെയുള്ള യാത്രയിൽ വീണ്ടും സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ കുറച്ചും കൂടി വലിയ സ്കെയിലുകളിൽ അവതരിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോ നമ്മുടെ മുന്നിലുണ്ട്. ശബ്ദവും കാഴ്ചയും ഒക്കെ വലിപ്പമുണ്ടാകണം. കഥയിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വലിപ്പമുള്ള കാഴ്ചകളാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പൊ കൂടി വന്നിട്ടുണ്ട്. അപ്പോ നമ്മളൊക്കെ അത് രണ്ടിന്റെ ഇടയിൽ മിക്സിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം കഥയാണോ ഇമോഷൻസ് ആണോ വേണ്ടത്, അതോ വലിപ്പമാണോ വേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു മിക്സഡ് സ്റ്റേജിലാണ് നമ്മുടെയൊക്കെ ചിന്ത നിൽക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് ഇപ്പം നാഷണൽ ലെവലിലും ഒക്കെ നമുക്ക് ആളുകൾ നമ്മളെ വിളിക്കുകയും അല്ലെ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയും അത് ഇപ്പോഴാണ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ്. കാരണം നമ്മളിപ്പോ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ പുറത്ത് നിന്ന് മുംബൈ ബേസ്ഡും അല്ലെങ്കിൽ ഹൈദരാബാദ് എന്നൊക്കെ വിളിക്കുമ്പോൾ അവര് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ലൈഫുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് മുന്നിലാണല്ലോ, ഒരുപാട് മുന്നിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയും. നമുക്ക് പലപ്പോഴും ഇപ്പൊ ഒരു മാസം മുന്നേ ഒരു ഹിന്ദിയിലൊരു വലിയ നടന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാനായി നമുക്കൊരു തിരക്കഥ അവരിങ്ങോട്ട് അയച്ചു തരുമ്പോൾ നമ്മൾ അതിൽ പറയുന്ന ഇമോഷൻസും അതിൽ പറയുന്ന ട്വിസ്റ്റുകളും അല്ല അതിൽ പറയുന്ന കഥാഗതിയും ഒക്കെ നമ്മളിവിടെ 5 വർഷങ്ങൾക്ക് മുന്നേ ഡിസ്കസ് ചെയ്യപ്പെട്ടു പോയതാണ്. അപ്പം ആ മാറ്റം നമ്മൾ കുറച്ച് മുന്നെയാണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. അതെ, ഈ ലോകം തന്നെ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തവണത്തെ ദേശീയ അവാർഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യേകത നമുക്ക് കാണുകയും ചെയ്യാം. കാരണം ഈ ചെറിയ സിനിമകൾ, അതായത് ബജറ്റ് വൈസ് വലിയ ആഡംബരങ്ങളൊന്നും കാണിക്കാതെ എത്തിയ സിനിമ ആണെങ്കിൽ പോലും വലിയ നേട്ടം കൊയ്യാൻ കഴിയും കാമ്പുള്ള കഥയാണെങ്കിൽ എന്നുള്ളത് തെളിയിച്ചു കൂടിയാണ്. ഇപ്പോൾ സൗദി വെള്ളയ്ക്കൊക്കെ അവാർഡ് കിട്ടിയതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാം, മലയാളത്തിൽ നിന്നുള്ള ആട്ടം സിനിമ തന്നെയാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങളെപ്പോലുള്ള പുതുമുഖ സംവിധായകർക്ക് ഇതേ സംബന്ധിച്ച് അതൊരു വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യം കൂടിയല്ലേ? അതെ, നമ്മളിപ്പോ ആ നാഷണൽ അവാർഡിന്റെ ഇപ്പം ഓരോ പോസ്റ്റുകൾ വരുമ്പോൾ അത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവും നമുക്ക് കന്നഡയിൽ നിന്ന് ഏറ്റവും മികച്ച ചിത്രമായിരിക്കുന്നത് KGF 2 ആണ്. ഈ പൊന്നിയൻ സെൽവനാണ് തമിഴിൽ നിന്ന് ഏറ്റവും മികച്ച ചിത്രമായിട്ടുള്ളത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് വന്നിരിക്കുന്ന ആട്ടം എന്ന് പറയുന്ന ഒരു മലയാള ചിത്രമാണ്. കൂട്ടത്തിലുള്ളത് സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നമ്മൾ എത്രത്തോളം കോണ്ടന്റ് ഓറിയന്റഡ് ആണ് എന്നുള്ളത് ആ പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും.
തീർച്ചയായും. അതോടൊപ്പം ഇനി നമുക്കൊരു വലിയ സർപ്രൈസ് തന്മൂർത്തി ഇങ്ങനെ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. മലയാളികൾ ഒരു പക്ഷേ എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ജോഡികൾ മോഹൻലാൽ ശോഭന 15 വർഷത്തിന് ശേഷം വെള്ളിത്തിരയിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങള്? പുതിയ സിനിമ ഇനി ഒരു 20 ദിവസത്തെ ഷൂട്ടും കൂടി പെൻഡിങ് ഉണ്ട്. അപ്പൊ നമ്മള് കാത്തിരിക്കേണ്ടി വരില്ല. ഇല്ല, ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ്. ഈ വർഷം തന്നെ റിലീസ് ചെയ്യണം ആ സിനിമ. അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ അത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി ഇന്നലെയൊക്കെ അതിന്റെ എഡിറ്റിന്റെ വർക്കിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനൊരു അവാർഡ് ഉണ്ടെന്നും പിന്നെ മൊത്തത്തിൽ അതിന്റെ ആഘോഷത്തിലായിപ്പോയി. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അവേ എഡിറ്റിലോട്ട് കയറണം. അതിന്റെ പാരലി തന്നെ ഡബുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി 20 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊഡക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒന്ന് പോകണം. ലാലേട്ടനും ശോഭന മാമിന്റെ സീക്വൻസുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാലേട്ടന്റെ ഒരു കുറച്ച് ദിവസത്തെ ഷൂട്ടുകൾ കൂടി പെൻഡിങ് ഉണ്ട്. ബിനു, എന്റെ എല്ലാ സിനിമയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്ന ബിനു പപ്പുവും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഫഹദിന്റെ അനിയൻ ഫർഹാൻ ഫാസിൽ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. മണിയമ്പിള രാജേട്ടനുണ്ട്, ഇർഷാദിക്ക ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ നല്ല നടന്മാരുള്ള സിനിമയാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എന്റെയും എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ജാവ പോലത്തെ ഒരു സിനിമ ചെയ്തു, സൗദി വിളക്ക് പോലത്തെ സിനിമ ചെയ്തു. ആ 2 സിനിമകൾ ചെയ്തതിന്റെ ഒരു റിസൾട്ടാണെന്ന് തോന്നുന്നു. മോഹൻലാലിനെ പോലത്തെ ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ടൊരു മഹാനടൻ നമുക്കിപ്പോ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കും. ഒരു പക്ഷെ ആ 2 സിനിമകളുടെ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തൊരു ആത്മാവും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തൊരു ബ്ലഡ് ആൻഡ് സ്വെറ്റ് എന്ന് പറയല്ലോ, അതുകൊണ്ട് ചിലപ്പം കിട്ടിയതായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളതുകൊണ്ട് അത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ആ സിനിമ ചെയ്യുന്നത്. ആ സിനിമ ഞാൻ പറഞ്ഞത് എത്ര കോടികൾ കളക്ട് ചെയ്യുമെന്നോ, അത് 100 കോടിയോ 200 കോടിയോ 300 കോടിയോ എന്നുള്ള കണക്കിലൊന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നത്. അത് കാലാകാലങ്ങൾ മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു സിനിമയാവണം. അത് ഇതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സൗദി വെള്ളക്കയൊക്കെ നിങ്ങളിപ്പം എന്റെ അടുക്കെ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ആ തണുപ്പോടുകൂടി തന്നെ സംസാരിക്കപ്പെടാൻ പറ്റുന്ന ഒരു സിനിമയാവണം. തീർച്ചയായും ഞാൻ അത് തന്നെ ചോദിക്കാൻ വരികയായിരുന്നു. കാരണം ഈ മോഹൻലാൽ ശോഭന ഈ 2 ആളുകളുടെയും ഡേറ്റ് ഒരുമിച്ച് കിട്ടുക, അവരെ 2 പേരെയും ഒരു സിനിമയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരാ എന്ന് പറയുന്നത് വലിയ റിസ്കി ഫാക്ടർ തന്നെയാണെന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെ സാധിച്ചു? ഇല്ല, ഞാൻ ആക്ച്വലി വേറൊരു സിനിമയുടെയൊക്കെ ചിന്തയിലും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ വേറൊരു സിനിമ ഉടൻ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൗദി വെള്ളക്കെ കഴിഞ്ഞപ്പോഴാണ് രജപുത്ര എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് രഞ്ജിത്ത് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് നമുക്കൊരു ലാലേട്ടന്റെ സിനിമ ഒരു ഡേറ്റ് ഉണ്ട്, നമുക്കൊരു സബ്ജക്ട് ഉണ്ട്, അതൊന്ന് തരൊന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ് എന്നെ സുനിൽ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഫോട്ടോഗ്രാഫർ, പക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കോണ്ടന്റ് ഓറിയ ലൈഫുള്ള ഫോട്ടോഗ്രാഫീസ് എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ എന്റെ സുനിലേട്ടൻ ഒരു സബ്ജക്റ്റ് നറേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ക്രക്സ് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് ലാലേട്ടൻ ഒക്കെ ചെയ്യേണ്ടല്ലേ, ശോഭനമാമൊക്കെ ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് കേട്ട കേൾവിയിൽ തന്നെ തോന്നി. പിന്നീട് ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് കുറച്ച് ആഡ് ഓൺസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സുനിലേട്ടനും കൂടി ഇരുന്ന് ആ സിനിമ പിന്നീട് വീണ്ടും ഒക്കെ വർക്ക് ചെയ്ത് വന്ന് പെട്ടെന്ന് ഒരു ദിവസമാണ് ലാലേട്ടൻ ആ സബ്ജക്ട് കേൾക്കുന്നതും നമുക്കിത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ അതൊരു ഒരു മരവിപ്പായിരുന്നു. ലാലേട്ടൻ ഒരു 10-45 ദിവസത്തിനുള്ളിൽ ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ വന്നു. പിന്നെ എല്ലാവരും കൂടെ നിന്ന് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടീം വർക്കാണ്. ഒരു നല്ല റൈറ്റർ വന്നുകൊണ്ടോ നല്ല ഡയറക്ടർ വന്നുകൊണ്ടോ ഒന്നും നല്ല സിനിമ ഉണ്ട്. അതിന്റെ കൂടെ എപ്പോഴും നല്ല സിനിമാറ്റോഗ്രാഫർ എത്തണം, നല്ല എഡിറ്റർ എത്തണം, നല്ല പ്രൊഡക്ഷൻ എത്തണം, നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എത്തണം, നല്ല അസോസിയേറ്റ് എത്തണം, നല്ല ആക്ടേഴ്സ് എത്തണം. അപ്പൊ പിന്നീട് നമ്മള് ആ നല്ലതിനെ കണ്ടെത്താനുള്ള, ആ സിനിമയ്ക്ക് വേണ്ട നല്ലതിനെ കണ്ടെത്താനുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ കുറെ നല്ല മനുഷ്യർ ആ സിനിമയ്ക്കൊപ്പം കൂടി ചേർന്നു. ഷാജി ചേട്ടൻ വന്നു, DOP വന്നു, നിഷാദ് വന്നു, മ്യൂസിക് ചെയ്യാൻ ജെയ്ക്സ് വന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ കയറിയപ്പോ ആ സിനിമയുടെ യാത്ര എനിക്ക് കുറച്ചുകൂടി സ്മൂത്തായി. ശോഭന മാം വരുമോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാനിങ്ങനെ പ്രൊഡക്ഷൻ എടുക്കല് ശോഭന മാമിനെ യൂസ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ അത് ശോഭന മാം എത്തുമോ, അവര് ഒരുപാട് തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അവർക്ക് ഡാൻസും കാര്യങ്ങളും ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ നമുക്ക് വരുമോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും പെട്ടെന്ന് ആ കഥ കേട്ടിട്ട് ഞാൻ ഉണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ, ഞാൻ എന്റെ എത്ര ദിവസം ഡേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അതൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ചില സിനിമകൾ
അങ്ങനെയാണ് നമ്മള് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ട ആളുകളെയൊക്കെ സിനിമ തന്നെ കണ്ടെത്തി നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മതി നമ്മള്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഈ നാഷണൽ അവാർഡ് കൂടി കിട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ കൂടും തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകന്റെ കയ്യിൽ നിന്ന്. ഈ പ്രഷർ കൂടിയിട്ടുണ്ടോ? പ്രഷർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു അമിതഭാരം ഒന്നും കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ആ സിനിമ ആദ്യം മുതൽ തന്നെ മലയാളത്തിലുള്ള എല്ലാ കുടുംബ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് എന്നുള്ള രീതി. ഇപ്പം ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ ജാവ ചെയ്തപ്പോ എന്റെ ടാർഗറ്റ് മൊത്തം ഒരു 15 വയസ്സിനും 35-40 വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് ആ സിനിമ കണക്ട് ചെയ്യേണ്ടതെന്ന് ഭയങ്കരമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് കിട്ടുന്നതൊക്കെ ബോണസാണ്. ഇപ്പൊ സൗദികളൊക്കെ നമ്മൾ എഴുതി അത് തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഒരു 30 വയസ്സ് മുതൽ അല്ലെങ്കിൽ 25 വയസ്സ് മുതൽ ഒരു അങ്ങോട്ട് മേലോട്ടുള്ള എല്ലാ മനുഷ്യർക്കും കണക്ട് ചെയ്യപ്പെടേണ്ട സിനിമയാണ് ആ സിനിമ എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ എന്ന് പറഞ്ഞ ഇമോഷൻ കൊണ്ടു നടക്കുന്ന, ലാലേട്ടൻ എന്ന് പറഞ്ഞ നടനെ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ശോഭന മാം ലാലേട്ടൻ ജോഡികളെ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ നല്ല അഭിനയ കാണാൻ. തീർച്ചയായും ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി നേരിടുന്നുണ്ട് തരുൺമൂർത്തി, അതുകൊണ്ടാണ് ഇടപെട്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാൽ ശോഭന ആ ജോഡിയെ കാണാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നല്ല സിനിമകൾ താങ്കളിൽ നിന്ന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വലിയ അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ അവാർഡുകളൊക്കെ വാങ്ങിയതിനു ശേഷം നേരിട്ട് കണ്ട് ഇതേപോലെ സംസാരിക്കാനുള്ള അവസരങ്ങൾ വരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ കൃഷ്ണേന്ദു, നമുക്ക്